ഹായ് ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഈദ് മുബാറക്. അപ്പം ഇതെൻ്റെ ചുരിദാറല്ല കേട്ടോ, ഇത് ഉമ്മാൻ്റെ ചുരിദാറാണ്. ഞാനിപ്പോൾ ഇട്ടത് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ നീട്ടാടി പോവാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇപ്പോൾ ഇതങ്ങിട്ടിട്ട് പോവാം, പോയിട്ട് വേഗം വരും. അപ്പോൾ പിന്നെ ഇതല്ല കേട്ടോ എൻ്റെ പെരുന്നാൾ ഡ്രസ്സ്. ഞാൻ ലാസ്റ്റ് അല്ല, ഞാൻ ഈ കുറച്ച് സ്ഥലത്ത് പോകുന്നുണ്ട്. അപ്പം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പം എന്തായാലും ഇത് കണ്ടോ, ഇത് ഉമ്മാൻ്റെ ചുരിദാർ. ഷേപ്പൊന്നും ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ എടുത്തിട്ടതാണ്. അപ്പം എന്തായാലും ബാക്കി വിശേഷം കാണാം. പറ അതാ അമ്മച്ച് കാണിച്ചിട്ടെ. കൊണ്ട 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 തക്കടു. പോവാ തക്കടു. ചക്കര നമ്മളങ്ങനെ നീർച്ചാടിയൊക്കെ എത്തി. അവിടെ നിന്ന് അടുത്തുള്ള കുറച്ച് വീട്ടിലൊക്കെ പോയി. ഞാൻ അങ്ങനെ കരയായിട്ട് പോയിട്ടില്ല. മോള് ഒക്കെ അവിടെ തന്നെ പരിചയമുള്ളതുകൊണ്ട് അങ്ങനെ ഓടിക്കളിക്കായിരുന്നു കേട്ടോ. അപ്പുറത്തുള്ള വീട്ടിലും ഇപ്പുറത്തുള്ള വീട്ടിലൊക്കെ ഓടിപ്പാഞ്ഞ് കയറില്ലായിരുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുഞ്ഞു ചെരുപ്പ് കാണിച്ചു തരും. ഞങ്ങൾ ഫസ്റ്റ് ടൈം ഓൾക്ക് എടുത്ത ഒരു ക്രോക്സ് ആണ് കേട്ടോ. അത് പെട്ടെന്ന് അവിടെ കണ്ടപ്പോൾ എന്തോ ഭയങ്കര സന്തോഷത്തിൽ ഉപരി ഒരു സങ്കടമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, പെട്ടെന്നൊരു സങ്കടമൊക്കെ. അങ്ങനെ ആ ക്രോക്സൊക്കെ ഞാൻ അവിടെ എടുത്ത് മാറ്റി വെച്ച് സെറ്റ് ചെയ്തു. എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിന്നീട് കാണുമ്പോൾ നല്ലൊരു രസമാണല്ലോ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് നേരെ വന്നത് തറവാട്ടിലോട്ടായിരുന്നു കേട്ടോ. തറവാടെന്നല്ല, ഉപ്പാനീൻ്റെ വീട്ടിലേക്ക്. അവിടുന്ന് ഞാനും എൻ്റെ കസിനും പിന്നെ അവിടുത്തെ രണ്ട് ഫ്രണ്ട്സും കൂടെ നമ്മൾ ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ സ്ഥലം വരുന്നത് കണിയാമ്പറ്റിയാണ്. പക്ഷേങ്കിൽ ആരും അങ്ങോട്ട് പോകണ്ട. കാരണം നമ്മൾ അവരെ പെർമിഷനോട് കൂടിയല്ല കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. കാരണം അതിൻ്റെ ഓണറിൻ്റെ പെർമിഷനോട് കൂടിയല്ല പോയത്. നമ്മൾ ജസ്റ്റ് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട്, ഇത് സംഭവം ഒരു റിസോർട്ട്, അതുപോലെ ഒരു തറവാട് വീട് അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇതൊരു റിസോർട്ടായിട്ടാണ് വരുന്നത്. അപ്പം നമ്മൾ അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നത്. നമ്മളങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളി സ്ഥലമാണ്. നമ്മൾ ഫസ്റ്റ് ടൈം അവിടെ കയറി ഒക്കെ കണ്ട സമയത്ത് ആദ്യം കുറച്ച് ടെൻഷനൊക്കെ, കാരണം അങ്ങനത്തെ ഒരു സ്ഥലമാണ്. കുറച്ച് നടക്കാനുണ്ട്, കുറച്ച് ഒരു പേടിക്കുന്ന ടൈപ്പ് ഒരു സ്ഥലമാണ് കേട്ടോ. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ നമ്മളവിടെ കയറി ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അവിടെ നിന്ന് ചുറ്റി കാണിച്ച് തരാമെന്ന് കേട്ടോ. അപ്പം ഞാൻ വീണ്ടും പറയുന്നു, അങ്ങോട്ടേക്ക് ആരും പോകരുത്. എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ചിട്ട് ആരും പോകരുത് കേട്ടോ. അതിൻ്റെ സ്റ്റോറി ഞാൻ വഴിയേ പറഞ്ഞുതരാം. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു റിസോർട്ടിൽ നിന്നാണ് നമ്മൾ ഫസ്റ്റ് കയറി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് മറ്റൊരു ഫോട്ടോസ് എടുക്കുന്ന സമയം കൊണ്ട് ഞാനും താത്തയും കൂടെ കുറച്ച് എന്താ പറയുക വീഡിയോസും കാര്യങ്ങളും നമ്മളങ്ങനെ നമ്മുടേതായ രീതിക്ക് കുറച്ച് എടുത്തു. ഇവിടെ കണ്ടോ, ഇവർ ഫോട്ടോസ് എടുക്കുകയാണ്. താത്ത അവിടെ നല്ല കത്തിയടിക്കലാണ്. പിന്നെ നമ്മൾ ഈ നടന്നു പോകുന്നത് അവരുടെ തറവാട്ട് വീട്ടിലിട്ടാണ്. ഇവിടെ എന്തൊക്കെയോ ഒരു സ്റ്റോറി ഉണ്ട് കേട്ടോ. അതായത് നല്ല അടിപൊളി സ്റ്റോറിയൊക്കെ ഉണ്ട് ഈ ഒരു വീടും ഈ ഒരു സ്ഥലവും ഒക്കെ പറ്റി. പക്ഷേ അതിനെപ്പറ്റി എനിക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല. പിന്നെ ഞാൻ അതിനെപ്പറ്റി കാര്യമായിട്ട് അന്വേഷിച്ചില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വഴിയേ പറയാം ലാസ്റ്റ് കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ ഇതേ പോകുന്ന കണ്ടില്ലേ, ഈ വൈകിട്ടിട്ട് ഇയാളാണ് കേട്ടോ നമ്മൾ ഇവിടെ കൊണ്ട് എത്തിച്ചത്. അങ്ങനെ നമ്മളാ പോകുന്നതാണ് തറവാട് വീടോ അങ്ങനെ എന്തോ ആണ് അവിടെ പറയുക. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ഒരു പട്ടീനെ കണ്ട് പേടിച്ചിട്ട് നമ്മൾ മറ്റേ സ്ഥലത്ത് നമ്മൾ അത്ര പേടിയുണ്ടായില്ല. പക്ഷേങ്കിൽ അവിടുന്ന് കുറച്ചും കൂടി നടക്കാനുണ്ട്. ഒരു ഉള്ളോട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ എത്തിയ സമയത്ത് നമ്മൾ ആ പട്ടീനെ കണ്ടിട്ട് പേടിച്ചിട്ട് തിരിച്ച് ഓടുന്ന സമയത്ത് നമ്മൾ എല്ലാവരും കൂടെ താത്താൻ്റെ ബാക്കിലായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും പട്ടീനെ പേടി. താത്ത പറയുന്നത് ഓടരുത് പട്ടിയാണ് ഓടരുത് പറയുന്നത്. പക്ഷെ നമ്മളതൊന്നും മൈൻഡ് ചെയ്തില്ല. നമുക്ക് പേടിച്ചിട്ട് നമ്മൾ നിൽക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് താത്ത ഒരു വടിയൊക്കെ പിടിച്ച്, അതായത് പട്ടി എന്തെങ്കിലും വന്നാൽ അടിക്കാന്നുള്ള രീതിക്കാവും ഒരു വടിയൊക്കെ പിടിച്ച് നിൽക്കുന്നത്. ഇത് കണ്ടോ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര ഭംഗിയുള്ള സ്ഥലം. പഴയൊരു വീടാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. അവിടുന്ന് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഈ കാണുന്ന കണ്ടില്ലേ, ഈ ഒരു കിണറൊക്കെ ഞാൻ, അതായത് ഇങ്ങനെ ഈ ഒരു സംഭവമൊക്കെ ഞാൻ
ഈ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ളൂ. നേരിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഫുള്ള് വലയൊക്കെ മൂടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഉള്ളിലേക്ക് വെള്ളമുണ്ടോ കാര്യങ്ങളുണ്ടോ ഒന്നും അറിയില്ല. ഞാൻ പോയി നോക്കിയിട്ടായിരുന്നു, പക്ഷെ ഒന്നും കണ്ടിക്കില്ല കേട്ടോ. കാരണം ഇങ്ങനത്തെ കുറച്ച് മുഖംമൂടിയും സംഭവങ്ങളൊക്കെയാണ് ആ വീട്ടിൽ. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഈ വീട് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. സംഭവം എന്താണെന്നറിയാതെ നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ. പക്ഷെ നല്ല നമുക്കിങ്ങനെ പുറത്തുനിന്ന് തന്നെ അകം കാണാം. നല്ല വൃത്തി ഉണ്ടായിരുന്നു, നല്ല വൃത്തി എന്ന് വെച്ചാൽ ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട് തോന്നുന്നു. എപ്പോഴെങ്കിലൊക്കെ വന്ന് ആരെങ്കിലുമൊക്കെ അവിടെ ഇപ്പോഴത്തെ തലമുറയിലെ ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ടാവും. അങ്ങനത്തെ ഉണ്ടോ പഴയ മണിയും ഇങ്ങനെ എന്തായാലും പറയുക ആ ഒരു വെല്ലും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറേ ഫോട്ടോസൊക്കെ കണ്ടാവും. കുഞ്ഞിലേ തൊട്ടുള്ള കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഭംഗിയുള്ള സ്ഥലം. ഈ ഒരു വീടും അതേപോലെ വേറെ അങ്ങനെ നമ്മൾ ആ വീടിൻ്റെ ഇപ്പുറത്ത് ഒരു വീട് പോലെ വേറെ ഉണ്ടായിരുന്നു, തറവാട് പോലെ. അപ്പോൾ അവിടെ നമ്മൾ കയറിയപ്പോൾ ഇങ്ങനെ എഴുതുണ്ടോ കണ്ടിട്ടുണ്ടായിരുന്നു. സംഭവം നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം മറ്റവർ അവിടുന്ന് ഫോട്ടോസ് എടുക്കുമായിരുന്നു. ഞാനും ഇതും കൂടെ അതിൻ്റെ മേലെ കയറി. അങ്ങനെ കയറി നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാൻ കേട്ടോ. നമ്മൾ വീടിൻ്റെ ഉള്ളൊന്നും പൊളിച്ച് കയറിയിട്ടൊന്നും ഇല്ലാതെ വേറെ കാര്യം. അങ്ങനെ നമ്മൾ കയറി. എന്നിട്ട് എന്താ പറയുക, എന്തൊക്കെയോ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു രസമായിരുന്നു ഭയങ്കരമായിട്ട്. ഇതുണ്ടോ ഇവിടെയൊക്കെ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ആംബിയൻസ് ആണ് ഫുള്ള്. ഈ ഒരു എന്താ പറയുക, ഈ ഒരു ബംഗ്ലാവാണോ റിസോർട്ടാണോ അല്ലെങ്കിൽ എന്താ സംഭവം നമുക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഈ പോകുന്ന ആളെ കണ്ടോ, അതാ ഞാൻ പറഞ്ഞ വഴിയേ സ്റ്റോറി പറയുന്നത്. അങ്ങനെ നമ്മൾ അവിടുത്തെ ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് കഴിഞ്ഞ സമയത്ത് ആ കണ്ട ഒരാൾ നമ്മളോട് വന്നിട്ട് പറഞ്ഞു, നിങ്ങളെങ്ങനെ അകത്ത് കയറി ഇങ്ങനെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഫോട്ടോസ് എടുക്കാൻ വന്നെയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഓണർ എന്തോ ഇപ്പോഴത്തെ ഓണർ കോഴിക്കോടോ അങ്ങനെ എന്തോ ആണ് കേട്ടോ. അപ്പോൾ അവരവിടുന്ന് നമ്മൾ CCTVയിൽ കണ്ടിട്ട് നമ്മളെ എന്താണെന്ന് അന്വേഷിച്ച് വന്നതാണ് കേട്ടോ. നമ്മൾ പറഞ്ഞു ഫോട്ടോസ് എടുക്കാൻ വന്നതാണ്, പെരുന്നാളൊക്കെ ഇല്ലേ എന്നിട്ട് അങ്ങനെ വന്നതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, അങ്ങോട്ടേക്ക് ആർക്കും അങ്ങനെ അലൗഡ് അല്ല. അപ്പോൾ ആരും അങ്ങോട്ട് പോകണ്ട കേട്ടോ. അതായത് ഈ ഒരു സ്ഥലം കണ്ട് എക്സ്പ്ലോർ ചെയ്യാനാണെന്ന് വെച്ചാൽ നമ്മുടെ ഭാഗത്തിൽ ആരും അങ്ങോട്ട് പോകരുത്. അതാണ് എനിക്ക് പറയുന്നത്. കാരണം ഇപ്പോൾ കയറ്റില്ല, പോയാൽ ഇനി അവർ കയറ്റില്ല, ആ ഒരു സ്ഥിതിയാണ്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പറയാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെ പോയി. അവിടുന്ന് പിന്നെ നമ്മൾ ഫിദുവിൻ്റെ വീട്ടിൽ പോയി. അവിടെ നല്ല അടിപൊളി ഷെക്കിൽ തന്നെ ചായയൊക്കെ കുടിച്ചു. പിന്നെ നമ്മൾ വൈകുന്നേരം ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. എൻ്റെ അപ്പത്തൊരു ബുദ്ധിയിൽ തോന്നിയ ചായ കുടിയാണ്. പക്ഷേ ഞങ്ങൾ ചായ കുടിക്കാൻ പോയ ഒരു സ്റ്റോറി ഉണ്ട്, അത് ഞാൻ എന്താക്കാം ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ സുഖമായിട്ടെൻ്റെ ചായക്കടയിലേക്ക് എത്തി. പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല, വെറുതെ അവിടെ വരെ എണ്ണയും കത്തിച്ച് പോയി എന്നല്ലാണ്ട് വേറൊരു കാര്യം ഉണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ച് വരുന്ന വഴിക്ക് വടക്കനെയും കയറ്റി കുറച്ച് കാപ്പി ന്യൂഡിൽസ് പിന്നെ നല്ല അൽഫാമൊക്കെ, നല്ല അടിപൊളി എരിവുള്ള അൽഫാം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായില്ല, താത്താക്ക് ഭയങ്കര സീൻ ചെയ്തിട്ടുണ്ടോ. അപ്പോൾ ഇതിൻ്റെയും ഒരു ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. നല്ല വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും. ബൈ ഗായ്സ്.